ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയും 1000 പേര് അപ്പുറത്ത് എതിരായി ക്രിസ്തുവിൻ്റെ വചനത്തിനും നാമത്തിനും എതിരായി നിൽക്കുകയും ചെയ്താൽ എത്ര ദുർബലനാണെങ്കിലും ആ വ്യക്തി ജയിച്ചിരിക്കും. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇവിടെ ഇരുന്ന് നല്ല വിശുദ്ധ ജീവിതം നയിച്ച് കുമ്പസാരിച്ച് കുർബാനയൊക്കെ അനുഭവിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് 100 വർഷം കഴിയുമ്പോൾ ഒരനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിച്ച് ജീവിച്ചത് മതി. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളൊരു ടൂറിന് പോവുകയാണ്. തിരുവനന്തപുരം, വേളി, കന്യാകുമാരിയാണ് ടൂർ. പോകുന്ന സമയത്ത് കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, തിരിച്ചു പോരുമ്പോൾ സെക്കൻഡ് ഷോ കണ്ടിട്ട് വേണം പോരാൻ. ടീച്ചേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് നോക്കാം, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം, പുതിയ സിനിമ ഇറങ്ങുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സിനിമ കാണാൻ തീരുമാനിച്ചു. ഉടനെ അതിനകത്ത് ജെസ്സി എന്ന് പ്രയറുള്ളൊരു പെണ്ണുണ്ട്, ജെസ്സി പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, സിനിമാ തിയേറ്ററിൽ കയറുകയോ സിനിമ കാണുകയോ ചെയ്യുകയില്ലെന്ന്, അതുകൊണ്ട് ഞാൻ പോരുന്നില്ലെന്ന്. ഉടനെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, നീ പോകുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബസ്സിൽ ഇരുത്തിയിട്ട് പോരും, തിരുവനന്തപുരത്ത് ടൗണിൽ വന്ന് ആരെങ്കിലുമൊക്കെ നിന്നെ എടുത്ത് കൊണ്ടുപോയി കടലിൽ കൊണ്ടിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, എടി പേടിക്കൊന്നും വേണ്ട, നീ തിയേറ്ററിൽ കയറുമ്പോൾ കണ്ണടച്ചങ്ങിരുന്നാൽ മതി, പാസ്റ്ററിനെ കണ്ടു കഴിയുമ്പോൾ മിണ്ടാതിരുന്നേച്ചാൽ മതി, ഇത് കാര്യം പറയണ്ട, വീട്ടിൽ ആരോടും മിണ്ടണ്ട. അവൾ കരച്ചിലും തുടങ്ങി, നിലവിളിയും തുടങ്ങി. ഉടനെ ആൺപിള്ളേരെല്ലാം കൂടെ പുറകിൽ നിന്നുകൊണ്ട് ഇവളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെല്ലാം ഇവിടെ തലക്കെട്ടിഞ്ഞ് ഓടുക, അപ്പോൾ നിനക്ക് സിനിമ കാണാമല്ലേ എന്നൊക്കെ പറഞ്ഞ് തലക്കിട്ട് ഞോടിയിട്ട് പോകും. ഇവിടെ ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ ചെന്നൊരു കൗൺസിലിംഗ് കൊടുക്കുക. എനിക്ക് അന്നേ കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിയുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടാനില്ല, ഇത് എയർ കണ്ടീഷൻ റൂമാണ്. എയർ കണ്ടീഷൻ സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് കണ്ണടച്ചിരുന്നാൽ അന്നേരം തന്നെ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് പേടിക്കാനായിട്ടൊന്നുമില്ല. അവസാനം തിരുവനന്തപുരത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയി. പ്രിയമുള്ളവർ, രാത്രി സിനിമ കാണാൻ വേണ്ടി തിരിച്ചു വന്ന് കയറുന്നിടം വരെ ഇവൾ കരഞ്ഞ് കണ്ണെല്ലാം മൂക്കെല്ലാം വീർത്ത് ചുമന്ന് ചെവിയെല്ലാം ചുമന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ പറയും, എല്ലാവരും കൂടെ പറയാൻ തുടങ്ങി, ഈ മുടിയാനുള്ള ഈ പെണ്ണ് വന്നിട്ട് നമ്മുടെ മുഴുവൻ സന്തോഷം കെടുത്തി കളഞ്ഞ്, ഇവിടെ മോന്ത കാണുമ്പോൾ നമ്മുടെ സന്തോഷം തന്നെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ പീഡിപ്പിച്ചുകൊണ്ട്, പീഡനമല്ല എന്നാലൊരു ഹരാസ്മെൻ്റാണ്. എന്തായാലും പ്രിയമുള്ളവർ, തിരിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? തിയേറ്റർ അടഞ്ഞു കിടക്കുക. ഞങ്ങൾ ചോദിച്ചു, സിനിമ തുടങ്ങിയോ? അങ്ങനെ പറഞ്ഞു, AKG സെൻറ്ററിൻ്റെ ആരോ കല്ലെറിഞ്ഞ് ഇന്ന് 12 മണി മുതൽ നാളെ 12 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൗണ് വിടാം, ഇല്ലെങ്കിൽ നാളെ 12 മണിക്ക് തിരുവനന്തപുരം ടൗണിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് പോകോളാൻ പറഞ്ഞു. പൈസയും മേടിച്ചുകൊണ്ട് അവിടുന്ന് ഒരു പോരിച്ച് പോകുന്നിട്ട് പ്രിയമുള്ള ഒരു കൊട്ടാരക്കാരെ വന്നിട്ടാണ് പിന്നെ വണ്ടി ഔട്ടിയത്. എനിക്കന്ന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയും 1000 പേര് അപ്പുറത്ത് എതിരായി ക്രിസ്തുവിൻ്റെ വചനത്തിനും നാമത്തിനും എതിരായി നിൽക്കുകയും ചെയ്താൽ എത്ര ദുർബലനാണെങ്കിലും ആ വ്യക്തി ജയിച്ചിരിക്കും, ആ വ്യക്തി വിജയിച്ചിരിക്കും. പ്രിയമുള്ളവർ, ആ വ്യക്തി ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പിതാവായ ദൈവത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. കടബാധ്യത വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, മറ്റുള്ളവർ തള്ളിപ്പറയട്ടെ, സൽപ്പേര് പോട്ടെ, എല്ലാം പോട്ടെ, ഒന്നും പറ്റാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ഈ ധ്യാനമൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ മൂലം മറ്റുള്ളവർക്കൊരു എതിർസാക്ഷി ഉണ്ടാകരുതെന്ന് ഒത്തിരി ചിന്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് സൽപ്പേര് പോകാതിരിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ മുൻകരുതലായിട്ട് എടുക്കുമായിരുന്നു. എല്ലാ കാര്യത്തിനും വളരെ മുൻകരുതലെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൽപ്പേരൊന്നും പോകരുത് അതുകൊണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ ധ്യാനത്തിന് ആവശ്യമില്ലാത്ത പിരിവില്ല, അനൗൺസ്മെൻ്റ് ഇല്ല. വിദേശ രാജ്യങ്ങളൊക്കെ പോകേണ്ട ശുശ്രൂഷ കഴിയുമ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ പോരും. ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടെന്ന് പറയും. തന്നാൽ തന്നെ ഇവിടെ കൊണ്ടിരുന്ന ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ എന്തിനാണെന്നറിയോ? സൽപ്പേര് പോകാതിരിക്കാൻ. അതും എനിക്ക് പിന്നെയാണ് മനസ്സിലായി. ഞാനിങ്ങനെ ചെയ്യുന്നത് പുണ്യം ചെയ്യാൻ വേണ്ടിയല്ല, സൽപ്പേര് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് പ്രിയമുള്ളവരെ പെട്ടെന്ന് ഈ ധ്യാന ശുശ്രൂഷയ്ക്കെതിരായിട്ട് ആളുകളങ്ങ് തിരിഞ്ഞു.
കുറേ ആളുകളെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങി, അത് ഈ അച്ഛൻ ഇങ്ങനെ ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഇതൊക്കെ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. അതോടുകൂടി എനിക്ക് വല്ലാത്ത വിഷമമായി. നമ്മളിവിടെ ഈ ധ്യാനവും പ്രാർത്ഥനയും പ്രസംഗമായിട്ടിരുന്നിട്ട് എന്നെ മറ്റുള്ളവർ ഇങ്ങനെയെല്ലാം ചിന്തിച്ചല്ലോ എന്നോർത്ത് ഞാൻ പുറത്തു പോക്കൊക്കെ നിർത്തി. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ചെന്ന് കഴിയുമ്പോൾ അച്ഛന്മാരടക്കം പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു ചിന്ത, ഇവരെന്നെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് പോയി ശവാടക്കിന് പോയിട്ട് തിരിച്ചു പോരും. പബ്ലിക് ഫംഗ്ഷനുകളിലേക്ക് പോലും പോക്ക് നിർത്തി. അപ്പോൾ ഒരവസരം കിട്ടി വിദേശ രാജ്യത്ത് അമേരിക്കയ്ക്ക് പോകാൻ. ഉടനെ ഞാനിവിടുന്ന് ഓർത്തു എന്നാലും പോയേക്കാം. അങ്ങനെ വിദേശ രാജ്യത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, വിദേശ രാജ്യത്ത് പോയി കാശുണ്ടാക്കി സ്ഥാനം മേടിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ മനപ്രയാസപ്പെട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പം ഞാൻ ഓർത്ത്, ഇനി ഈ സഭയിൽ ഇത്രയും കഷ്ടപ്പെട്ട് പ്രസംഗത്തിന് പോലും പ്രതിഫലം വാങ്ങിക്കുകയില്ല. വാങ്ങിച്ച പ്രതിഫലം അല്ലെ അവിടെ തന്നെ കൊടുത്തിട്ട് പോരും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ അടയ്ക്കും. എന്നിട്ടുമൊക്കെ ഇങ്ങനെ മനുഷ്യൻ നമ്മളെ ദുഷിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഇനി ഈ സഭയെ മാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമില്ല, സമൂഹത്തിന് വേണ്ടി കൂടെ വല്ലതും ചെയ്യാം. യേശുവിനെ അറിഞ്ഞവർ ഇതാണ് നമ്മളോട് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ആ യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാൻ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ശുശ്രൂഷ. ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ രോഗികളെയും കണ്ടെത്തി കിടപ്പ് രോഗികളുടെ അടുക്കൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷ ആരംഭിച്ചു. ആ ശുശ്രൂഷ ആരംഭിച്ച് പ്രിയമുള്ളവരെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വന്നു. രോഗികളെ, ഇത്രയേറെ രോഗികൾ, അവരെ കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല. ടാക്സി പിടിച്ചാൽ കാശ് കൊടുക്കണം. രോഗി മേലാതെ കിടക്കുന്നു പറയുമ്പോൾ ആശുപത്രി കൊണ്ടുപോയില്ലേ പ്രശ്നം. ഇങ്ങനത്തെ വിഷയങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങി. ഞാനാണ് പിരിവ് പരിപാടി ഉണ്ടില്ല താനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ദുബായിലൊരു കൺവെൻഷന് വിളിച്ച്. ഞാൻ ദുബായിലിരുന്ന് ബാംഗ്ലൂർ ഒരു സഹോദരനെ, ഒരു അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ റോട്ടറി ക്ലബ്ബിലോ വല്ലതും പറഞ്ഞ് ഒരു ആംബുലൻസ് മേടിച്ച് തരുമോ? അതിന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച റജി അച്ഛൻ ദുബായ് പള്ളിയിലെ വികാരിയാണ്. അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പുറത്തെ മുറി. അന്ന് ഉച്ച കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്ത്, നമ്മുടെ ഈ അച്ഛൻ ഒരു പാലിയേറ്റീവ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഒരു ആംബുലൻസ് ആവശ്യമുണ്ട്, മേടിച്ചു കൊടുക്കണം. അങ്ങനെ അപ്പം തന്നെ ഒരു ആംബുലൻസിനുള്ള പൈസ റെഡിയാക്കി കിട്ടി. ഞാൻ നാട്ടിൽ വന്ന് ഒരു ആംബുലൻസൊക്കെ മേടിച്ച്. എന്നെ ഉപദ്രവിച്ചതോടുള്ള പ്രതികാരം പോലെയാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. പകരം വീട്ടാൻ വേണ്ടി സമൂഹത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് അങ്ങ് ഇനി മുന്നോട്ട് പോകുക, സാമൂഹ്യ പ്രവർത്തനം. അങ്ങനെ ഈ ആംബുലൻസ് മേടിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ തൂത്തുട്ടി ചാപ്പലിൻ്റെ വാതുക്കൽ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു വണ്ടി ഇടിച്ച് ഈ വണ്ടി കടിയിലായിപ്പോയി 2 പേര്. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ 2 പേര് തൂത്തുട്ടി ചാപ്പലിൻ്റെ വാതുക്കൽ വണ്ടി ഇടിച്ച് കിടപ്പുണ്ട്. ഞാൻ ഈ ആംബുലൻസൊക്കെ എടുത്തുകൊണ്ട് അന്ന് ഇട്ട ഡ്രസ്സിലാണ് പോയത്, പാൻറ്റും ഷർട്ടുമൊക്കെ ഇട്ടാണ് പോയത്. എനിക്ക് രാവിലെ സന്തോഷം ഉണ്ടായിരുന്നു, ഈ വണ്ടിയൊക്കെ പുതിയതായിട്ടൊരു വണ്ടി കിട്ടിയതല്ലോ, ഒന്ന് ഓടിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിന് വല്ല സന്തോഷമായിരുന്നു, ഇത് ഉപയോഗിക്കാൻ പറ്റിയല്ലോ. ഞാൻ വണ്ടി കൊണ്ട് നിർത്തി, ആളുകളെല്ലാം കൂടെ ചേർന്ന് 2 പേരെയും പിടിച്ച് കയറ്റി. 2 പേരെ ആയിട്ട് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. ഞാൻ ആക്സിലേറ്റർ കാല് കൊടുത്ത് വിടും. അപ്പോഴാണ് പ്രിയമുള്ളവരെ പുറകോട്ട് തിരിഞ്ഞ് നോക്കി നോക്കേണ്ട കാഴ്ച, ഒരാൾ മരിച്ചുപോയി. അതിനകത്ത് കിടന്ന ഒരാൾ ഇങ്ങനെയൊന്ന് പിടയ്ക്കുന്ന കണ്ട് ആളങ്ങ് മരിച്ച്. അന്നേരത്തെ ആവേശത്തിന് ഈ മരണമൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു. വിട്ട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ ഈ ആംബുലൻസെ കയറ്റിയത് നന്നായി, എല്ലാവരോടും പിടിച്ച് കയറ്റി. പക്ഷേ ഊരി ഇറക്കാൻ പറ്റുന്നില്ല ഇത്. അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞ് ആ ഡ്രൈവറോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. പുള്ളി തന്നെ അതൊക്കെ കയറി. ഉടനെ അവർ പറഞ്ഞ് അച്ഛനാന്ന് പറഞ്ഞു. അപ്പോൾ പത്രക്കാരൊക്കെ വന്ന് ചോദിച്ചു, എന്നാ ഇത് സംഭവം എവിടെ നിന്ന് കിട്ടിയത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ ദുഷിച്ച ആളുകളെക്കുറിച്ച് ഓർത്ത് ഞാൻ 3 മാസം പള്ളിക്കകത്ത് ഇവിടുന്ന് പുറത്തിറങ്ങാതിരുന്നിട്ടുണ്ട്. 3 മാസം. ഒരുപക്ഷെ എന്നെ ദുഷിച്ച ആളുകൾ ഒരു 5000 പേര് എന്നെ ദുഷിച്ചിട്ടുണ്ടാവും ഏകദേശം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും ശുശ്രൂഷാ മേഖലയിൽ. 3 മാസത്തിന് ശേഷം 18 ലക്ഷം വരുന്ന പത്രത്തിൻ്റെ കോപ്പിയിൽ ഈ ശുശ്രൂഷകളെക്കുറിച്ച് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു വന്നു. 3 പേജ്. ഒറ്റ ദിവസം കൊണ്ട് പ്രിയമുള്ളവരെ, പാലിയേറ്റീവ് ശുശ്രൂഷയും ധ്യാനകേന്ദ്രവും 18 ലക്ഷം പേരോളം വായിക്കാൻ പറ്റി. ഇനി ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇരുന്നുകൊണ്ട് ബ്രോഷർ അടിച്ച് വിതരണം ചെയ്താൽ എനിക്ക് 18 ലക്ഷം കോപ്പി അടിച്ച് വിതരണം ചെയ്യാൻ പറ്റുമോ?
കർത്താവ് വിചാരിച്ചാൽ ഒരുത്തനെ താക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് താക്കാൻ പറ്റും, ഉയർത്തണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉയർത്താൻ പറ്റും. ഞാൻ ഒരു ബൈബിൾ ക്ലാസ് പഠിക്കാനായിട്ട് ഒരിക്കൽ 21 വയസ്സുള്ളപ്പോൾ പോയി. ബൈബിൾ പഠനം, അവിടെ 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ പഠനമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ബുക്കും പുസ്തകമൊക്കെ ആയിട്ട് പോവുക, എഴുതിയെടുക്കുക, അങ്ങനെ ക്ലാസ് ഒക്കെ പഠിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞ് ആദ്യത്തെ ദിവസം ഒരു ക്ലാസ് ഉണ്ട്, വൈകിട്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥന. 2ാമത്തെ ദിവസമുണ്ട്, 3ാമത്തെ ദിവസം പ്രാക്ടിക്കൽ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പ്രാക്ടിക്കലാണ്? എനിക്ക് ചങ്കടിക്കാൻ തുടങ്ങി, എന്താണ് ഈ സുവിശേഷം പ്രാക്ടിക്കൽ? ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇതാ കോട്ടയത്ത് ഒരു റെയിൽവേ കോളനിയുണ്ട്, ആ കോളനിയിലേക്ക് എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. ഈ 2 പേര് 3 പേര് കോളനി കയറി സുവിശേഷം പ്രചാരണം. ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു, നാഗമ്പടം കോളനിയിലാണ് ടൗണിൽ വെട്ടും കുത്ത് നടന്ന സകലരും താമസിക്കുന്ന ആ കോളനിയിലാണ്. കഞ്ചാവ് കച്ചവടം അടക്കമുള്ള സകല പരിപാടികളും ആ കോളനിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. അവിടേക്കാണ് അച്ഛൻ പൊക്കോളം പറഞ്ഞത്. എനിക്ക് മാത്രമേ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്, 21. ബാക്കി എല്ലാവരും പ്രമുഖ വചനപ്രഘോഷകർ, ഇന്നത്തെ പ്രമുഖ വചനപ്രഘോഷകരും അതുപോലെയുള്ള ആളുകളുമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വചനം പറയാൻ വേണ്ടി, പ്രിയമുള്ളവരെ, ആ കോളനിക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കോളനി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാളോട് ചോദിച്ചു, എന്താ ജോലി? പുള്ളി ബീഡിയൊക്കെ വലിച്ചോണ്ടത്, ഈ കഞ്ചാവ് കച്ചവടമാണ്, വൈകിട്ടാവും പോകുന്നതാണ് ഇവിടെ ഒരു കഞ്ചാവ്. പിന്നെയൊക്കെ കൂടുതലായിട്ട് ചോദിച്ചപ്പോഴും പറഞ്ഞ ഒരു 5 കേസുണ്ട്, വെട്ടും കുത്തും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു സ്നേഹിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രിയമുള്ളവരെ, അയാളുടെ കണ്ണു നിറഞ്ഞു. കണ്ടോ, ഒരു പാപിക്ക് മാത്രമേ യേശുവിനെ പ്രയോജനപ്പെടുത്തുള്ളൂ, വേറെ ആർക്കും പ്രയോജനം. ഒരു പാപിക്ക് വളരെ എളുപ്പത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു പാപിയുടെ അടുക്കലേക്ക് പോകാൻ ഒരു ക്രിസ്ത്യാനിക്ക് പലപ്പോഴും മനസ്സില്ല. 2ാമത് വിട്ടത് എങ്ങോട്ടാണെന്നറിയോ പ്രിയമുള്ളവര്? ആദ്യത്തെ പോക്ക് കോളനിയിലേക്ക്, 2ാമത്തെ പോക്ക് സബ് ജയിലിലോട്ട്. കോട്ടയം സബ് ജയിലിലേക്ക്. കോട്ടയം സബ് ജയിലിൽ ചെന്ന് പെർമിഷനൊക്കെ മേടിച്ച് അകത്ത് കയറി. ഞാൻ ആദ്യമായിട്ടാണ് ജയിലിൽ കയറുന്നത്. എനിക്ക് തന്നെ നാണക്കേടായി. വല്ല മനുഷ്യനോട് നമ്മളെ പിടിച്ച് അകത്തിട്ട് ഇറങ്ങി വരികയാണെന്ന് ഓർക്കല്ലേ, ഇതിന് വാതുക്ക നിൽക്കും. അന്നാണ് അപകർഷതാബോധം കൂടുതല. 21 വയസ്സേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ചാടി ജയിലിനകത്ത് കയറി. അകത്ത് കയറി അവരൊരു ബെഞ്ച് ഇട്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇപ്പുറത്ത് നിന്നാ മതി, ഇവരുടെയൊക്കെ സ്വഭാവം ബഹുമാനൊക്കെ മൂർഖൻ. ഇതിനകത്തെല്ലാം മൂർഖനാ, ഞങ്ങളൊക്കെ തന്നെ പേടിച്ചതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ബെഞ്ചിന് അപ്പുറത്ത് നിന്ന് എന്നേലും പറഞ്ഞാൽ മതി, അവരപ്പുറത്ത് നിന്നോളൂ. അങ്ങനെ സെല്ലെല്ലാം തുറന്നു വിട്ടു. 1-2 പേരെ ഒഴിച്ച് ബാക്കിയുള്ള കൊലപാതക കുറ്റത്തിനൊക്കെ വന്നിരിക്കുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇറക്കി വിട്ടു. അവരെല്ലാം വന്നിങ്ങനെ നിരന്നിരുന്നു. പോലീസ് കാവലിൽ ഞങ്ങളൊരു ശകലം സുവിശേഷം പറയാനായിട്ട് തയ്യാർ. ഞാൻ പതുക്കെ പുറകോട്ട് വലിഞ്ഞു. ഞാൻ പുറകിൽ പോയി ഇങ്ങനെ പമ്മി നിന്നു. ആദ്യത്തെ ആള് സുവിശേഷം പറഞ്ഞു. ഇത് പറയാൻ നിവൃത്തിയില്ല, കാരണം വൈകിട്ട് റിപ്പോർട്ട് കൊണ്ടില്ല, ഇത് പ്രസന്റ് ചെയ്യണം എന്നാ പറഞ്ഞെന്ന്. ആദ്യത്തെ ആള് പ്രസംഗിച്ച് അവരെല്ലാം ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് തോണ്ടുന്നു ഇങ്ങോട്ട് തോണ്ടുന്നു, ഒന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതോടെ എന്റെ ഗ്യാസ് തീർന്നു. എനിക്കാണ് പ്രസംഗിക്കാനൊന്നും ടാലന്റ് ഇല്ല. 2ാമത്തെ ആള് പ്രസംഗിച്ച്, അന്നേരം ഒന്നും പറ്റി. ഞാൻ ആകെപ്പാടെ വിഷണ്ണനായി. ഞാൻ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് സാധിക്കത്തില്ലത്. നമുക്ക് ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ ഇരിക്കാനല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അന്നും എന്നും. അപ്പൊ അവര് പറഞ്ഞ് ആ പണി മനസ്സിരിക്കട്ടെ, എന്നെ പിടിച്ച് തള്ളി മുമ്പോട്ട്. അപ്പൊ ഞാന് ഇങ്ങനെ ആറ്റിക്കുറുക്കി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, 2-3 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ഒന്നും പ്രസംഗിക്കാനായിട്ടല്ല, ഒന്നും പറയാനല്ല ഞങ്ങൾ വന്നു. അപ്പൊ അവര് നോക്കി, പിന്നെന്തിനാ ഇവിടെ വന്നു? ഞാൻ പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. അപ്പം അവരെ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിലിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണാം. അപ്പൊ ഞങ്ങളുടെ ഗുരുവിനെ തേടിയാണ് ഞങ്ങൾ ഈ ജയിലിൽ വന്നിരിക്കുന്നത്. നിങ്ങളിലെ അവസാനത്തെ ആളെയും പുറത്തിറക്കി വിട്ടാൽ മാത്രമേ അവനെ മോചിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ജയിലിന് പുറത്ത് കിടക്കണമെന്നത്
ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. അന്നേരം അവർ നിശബ്ദരായി. എല്ലാവരും നിശബ്ദരായി. ഇത് റിയൽ ആയിട്ടുള്ള കാര്യം. അന്നേരം ആളുകൾ നിശബ്ദരായി. അവരിങ്ങനെ സീരിയസ് ആയിട്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ജയിലുകളിൽ നിന്ന് മനസ്സിന്റെ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് പുറത്തു വരണം. അത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേന് സമയം തീർന്നു. ഞാൻ ഭാഗ്യായി നിർത്തി. ഞാൻ പ്രിയമുള്ളവരെ അവിടുന്ന് പോരാനായിട്ട് കുറച്ച് മുട്ടായിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് വിതരണം ചെയ്ത് പോരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുമ്പോ ആ ജയിലിന്റെ ഒരു സ്ഥലത്ത് അന്നേരം തന്നെ അവരെല്ലാം കയറ്റിപ്പൂട്ടി. അപ്പൊ അവിടുത്തെ ഒരു സെല്ലിൽ നിന്ന് ഒരാൾ കൈകാട്ടി വിളിച്ച്. നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. വിളിച്ചപ്പോ ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ എന്റെ വീട്ടിലേക്ക് എഴുതി അയക്കണം. ധ്യാനം കൂടുന്ന കാര്യവും വചനം കേൾക്കുന്ന കാര്യം എഴുതി അയക്കണം, വീട്ടിലേക്ക് എഴുതി അയക്കണം. ഒരു സിഗരറ്റ് കൂടിന്റെ പുറത്ത് ഞാൻ അയാളുടെ അഡ്രസ് എഴുതിയെടുത്ത് പെട്ടെന്ന് തന്നെ. എന്റെ ഈ പേപ്പർ മേനായൊന്നും ഇല്ലായിരുന്നു. അയാൾ തന്നെ തന്ന ഒരു സിഗരറ്റ് കൂടിന്റെ പാക്കറ്റിന്റെ പുറത്ത് ഞാൻ അയാളുടെ അഡ്രസ് എഴുതിയെടുത്ത് ഇവിടെ വന്ന് വീട്ടിൽ വന്ന ശേഷം വീട്ടിൽ നിന്ന് ആ കുടുംബത്തിന് യേശുവിന്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു എഴുത്തുമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാ, ഒരു പാപിക്ക് വളരെ എളുപ്പത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു പാപിയുടെ അടുക്കലേക്ക് പോകാൻ ഒരു ക്രിസ്ത്യാനിക്ക് പലപ്പോഴും മനസ്സില്ല. കാരണം എന്താ? അവന്റെ ഉള്ളിൽ സ്നേഹമില്ല. ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ പ്രിയമുള്ളവരെ, പിന്നെ ആ വ്യക്തിയെ കൊണ്ട് ഭൂമിയിൽ എന്തും ചെയ്യാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. അറിഞ്ഞ വ്യക്തി ആരാണ്? ഒരു മീൻപിടുത്തക്കാരൻ. ആ മീൻപിടുത്തക്കാരൻ അവിടുന്ന് ഒന്ന് ചലിച്ചിട്ട് പ്രിയമുള്ളവരെ, ഭൂമുഖം മുഴുവനും ആ മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് ഇളകിയില്ലേ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്താൽ പ്രചോദിതമായി തീരുന്ന ഒരു വ്യക്തിയെ കൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാനാവും. ഞാൻ ഓർക്കുകയാണ്, 4 വർഷമായിട്ട് പ്രിയമുള്ളവരെ അയർലൻഡിൽ ധ്യാനം നടക്കുകയാണ്. 3ാമത്തെ ധ്യാനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ ധ്യാനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത്. ആദ്യത്തെ ധ്യാനം നടത്താനായിട്ട് ചെല്ലുമ്പോൾ പ്രിയമുള്ളവര്, വെറും 10-11 ഇടവകക്കാരുള്ള ഒരു ദേവാലയം. ആ ദേവാലയത്തിലെ ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞ് നമുക്കൊരു ധ്യാനം നടത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു വൈകുന്നേരം എവിടെയെങ്കിലും കൂടി ഒരു ധ്യാനം നടത്താം. അവർ പറഞ്ഞ് അങ്ങനത്തെ ധ്യാനമല്ല, തൂത്തൂട്ടി നടത്തുന്ന പോലത്തെ ധ്യാനം വേണം. താമസിച്ചുള്ള ധ്യാനം, 3 ദിവസം താമസിച്ചുള്ള ധ്യാനം. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രം, ധ്യാന ഗുരുക്കന്മാരുമുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ്. കത്തോലിക്ക സഭയിലെ പോലും ആളുകള് വിദേശ രാജ്യത്ത്, യൂറോപ്പ് രാജ്യങ്ങളിൽ ചെന്നിട്ട് നടത്തുന്ന ധ്യാനങ്ങൾ താമസിച്ചുള്ള ധ്യാനങ്ങളല്ല. ഈ അടുത്ത കാലത്താണ് താമസിച്ച് ധ്യാനം നടത്താൻ പറ്റുന്ന ധ്യാന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായത്. ബാക്കി ധ്യാനങ്ങളെല്ലാം പ്രിയമുള്ളവര് വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് 8 മണിക്ക് തീർന്ന ആളുകളെ പറഞ്ഞുവിടും. എന്തിനാണെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ചിന്തിക്കാൻ പറ്റാത്ത എമൗണ്ട് ആവും. അതുണ്ടാക്കണമെങ്കിൽ അതിന് പ്രത്യേകം സ്ഥലം വേണം. ഭക്ഷണം എങ്ങാനും കൊടുത്തിട്ട് ആർക്കെങ്കിലും വയറ്റിന് എന്തെങ്കിലും അസുഖമെല്ലാം വന്നു പോയാൽ തീർന്ന്, ഉണ്ടാക്കിയവനെ പോലീസ് അറസ്റ്റ് ചെയ്യും. സെക്യൂരിറ്റി സംവിധാനം എല്ലാം കറക്റ്റ് ആയിരിക്കണം. എല്ലാവർക്കും കിടക്കാനും ഇരിക്കാനും നിൽക്കാനും എല്ലാം സംവിധാനം കറക്റ്റ് ഉണ്ട്. ടോയ്ലറ്റ് എല്ലാം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നടത്താൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ്, 10 കുടുംബം മാത്രമുള്ള ഒരു സ്ഥലത്ത് ആളുകൾ കൂടി പറയും ധ്യാനം നടത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലായിടത്തും അറിയിച്ച് ആളുകളൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് ബുക്ക് ചെയ്യിച്ച് നടത്താം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചെലവിന് ആവശ്യം വരുന്ന രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ ക്രമീകരിച്ച് അത് നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈനിലൂടെ പൈസ നിങ്ങൾക്ക് കിട്ടുന്ന രീതി ക്രമീകരിക്കാൻ പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, അത് തൂത്തൂട്ടി നടത്തുന്ന പോലെ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ഫ്രീ ആയിട്ട് നടത്തണം. ആരുടെയും രജിസ്ട്രേഷൻ ഫീസ് മേടിക്കാതെ ഇവിടെ നടത്തുന്ന അതുപോലെ നടത്തിയാലേ അവിടെ അനുഗ്രഹം കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഇത് എവിടുന്ന് പൈസ കണ്ടെത്തും? അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പൈസ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, 10 പേര്. ഞങ്ങളുടെ ഒരു 15,000 യൂറോയോളം ഉണ്ട്. ഏകദേശം ഒരു 13 ലക്ഷം രൂപയൊക്കെ വരുമായിരിക്കും.
അത്രയും രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനവിടെ ചെന്ന് 3 ദിവസത്തെ ധ്യാനം നടത്തി ധ്യാനം പൂർത്തിയാക്കിയപ്പോ അവിടുത്തെ ട്രസ്റ്റി വന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ വന്നേച്ച് എന്നോട് പറയാണ്, ഞങ്ങള് പള്ളി മേടിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്താണ് ധ്യാനം നടത്തിയത്. ഞാൻ പറഞ്ഞു, മണ്ടന്മാര്, അതൊക്കെ ആ ധ്യാനമൊക്കെ നമ്മൾ 3 മണി തൊട്ട് 8 മണി വരെ നടത്തത്തില്ലായിരുന്നു. ഈ കാശ് കളയാൻ പാടുണ്ടായിരുന്നു. പള്ളി മേടിക്കണ്ടേ, അതല്ലേ അത്യാവശ്യം. പള്ളി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ധ്യാനം നടത്തരുതോ? അതല്ലേ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അവരെടുത്ത വായില പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും കൂടി ഈ വന്ന ആളുകളെ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾക്കൊരു പള്ളി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പ്രാർത്ഥിച്ചേക്കാം. അവരുടെ വിശ്വാസം കണ്ടിട്ട് പ്രിയമുള്ളവരെ ഞങ്ങളെല്ലാം കൂടെ മുട്ടുമേ നിന്ന് ഒറ്റ പ്രാർത്ഥന, ദൈവമേ അടുത്ത വസന്തത്തിൽ തിരിച്ചു വരുമ്പോ ഈ സ്ഥലത്ത് ഇവർക്ക് ആരാധിക്കാൻ ഒരു ദേവാലയം നീ കൊടുക്കണമേ. പ്രിയമുള്ളവര്, അവർക്ക് ആരാധിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ദേവാലയം ഒരു പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടി. ആ പള്ളി കുർബാനയില്ലിട്ട് ആ പള്ളിയിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ട് വന്നിട്ടാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ആദ്യത്തെ അവർക്ക് ഭയങ്കര സന്തോഷമായി. ദൈവം വലിയവനാണ്. അബ്രഹാമിനെ പോലെ അവർ വിശ്വസിച്ച് ദൈവം വലിയവനാണ്. അടുത്ത വർഷം പെരുത്ത സന്തോഷത്തോടു കൂടി ധ്യാനം നടത്തി. ധ്യാനത്തിന് ശേഷം ആ ദേവാലയത്തിൽ പോയി ഞാൻ കുർബാന അർപ്പിച്ചിട്ട് തിരിച്ചു വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതോടുകൂടി അവർ പറഞ്ഞു, അടുത്ത വർഷം വീണ്ടും ധ്യാനം നടത്തണം. അങ്ങനെയാണ് ഈ അടുത്ത ധ്യാനത്തിന് ഞാൻ പോയത്. അങ്ങനെ പ്രിയമുള്ളവരെ, 3ാമത്തെ ധ്യാനം കഴിഞ്ഞപ്പോ സംഭവിച്ചെന്നാന്നറിയോ? ആ ധ്യാനത്തിന് 10 കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ തീഷ്ണതയോടെ നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരന്റെ ഭാര്യ മറീന എന്ന് പറയുന്ന സ്ത്രീക്ക് മാരകമായ ക്യാൻസർ രോഗം. നമ്മളാണെ പറയും, ഇതാണ് ഈ ധ്യാനം ഒന്നും നടത്താൻ പോകരുതെന്ന് പറയുന്നത്. ദൈവത്തോട് അത് അടിക്കാതിരിക്കുക നല്ലത്. കണ്ടോ, മാരകമായ ക്യാൻസർ. ഓരോ ദിവസം ചെല്ലും തോറും പ്രാർത്ഥനകൾ കൂടിക്കൂടി വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആ പ്രദേശത്തുള്ള അനേകം ആയിരങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ പ്രാർത്ഥന നടന്നു. പക്ഷേ രോഗം കുറഞ്ഞില്ല, രോഗം കൂടി വന്നു. അവസാനം പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ധ്യാനം നടത്തുന്ന ഡേറ്റുകൾ അടുത്ത് വന്നപ്പോ അവരുടെ ചങ്കിടിച്ച്, ധ്യാനം വേണു. പക്ഷെ ആ കുടുംബം പറഞ്ഞു, ഇതാ അവിടെ നമുക്ക് ധ്യാനം നടത്തണം. വരുന്നവരെ അവൻ ആശ്വസിപ്പിച്ചു വിട്ടു. നിങ്ങൾ വേദനിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, ഇത് ദൈവനാമമഹത്വത്തിനാണ്. അവസാനം ട്രീറ്റ് ചെയ്ത ഡോക്ടർ ഈ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർമാര് തന്നെ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവസാനം പ്രിയമുള്ളവരെ, ഡോക്ടർ തന്നെ വീട്ടിൽ വന്ന് പാലിയേറ്റീവ് ശുശ്രൂഷകൾ ചെയ്യാനായി വീണ്ടും വന്നു. ഡോക്ടർ പറഞ്ഞു, തലേ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇന്നുകൊണ്ട് ഈ സ്ത്രീ മരിച്ചു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വിളിച്ച്, എന്താണ് അവസ്ഥ? ഉടനെ പുള്ളിക്കാരത്തി എഴുന്നേറ്റ് സുഖമായിട്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉടനെ ഡോക്ടർ, എനിക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട്, എനിക്ക് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഡോക്ടറെ അമ്പരപ്പിച്ചുകൊണ്ട് ആ വ്യക്തി വീണ്ടും പഴയ പോലെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാതെ. ആ വ്യക്തി പ്രിയമുള്ളവനെ, ഞാൻ ആ പ്രദേശങ്ങളിലൊക്കെ ചെല്ലും, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർ പറയാണ്, അവരുടെ വിശ്വാസം എത്രയോ വലുത്. അവസാനം ധ്യാന സമയത്ത് പ്രിയമുള്ളവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ സാക്ഷ്യം പറഞ്ഞു, ഞാനൊരു മാരക ക്യാൻസർ രോഗിയായിരുന്നു, ഞാൻ മണ്ണോട് മണ്ണ് ചേരേണ്ടതായിരുന്നു. ഡോക്ടർമാർ അങ്ങനെയാണ് പറഞ്ഞത്. ഇതാ 4ാമത്തെ വർഷത്തെ ഈ ധ്യാനത്തിൽ ഞാനും എന്റെ കുടുംബവും വേദപുസ്തകവും കൈപ്പിടിച്ച് നിന്നുകൊണ്ട് ഇതാ യേശുക്രിസ്തുവിന് വേണ്ടി ധീരമായി അവർ സാക്ഷ്യപ്പെടുത്തി. ധീരമായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ ഇതാ ആ കടലിൽ നിന്നുകൊണ്ടാണ് ഈ വർഷത്തെ അയർലൻഡിലെ ശുശ്രൂഷകൾ നടത്തുന്നത്. അതുകൊണ്ട് ശക്തമായ, സാധാരണ ധ്യാനം നടക്കുന്നത് പോലെ ആയിരുന്നില്ല, ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളോടുകൂടി
വ്യക്തമായ അടയാളങ്ങളോടുകൂടി ദൈവം പ്രിയമുള്ളവരെ ശക്തമായി ഈ വർഷത്തെ ധ്യാനം അവിടെ നടത്തി. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ വയനാട്ടിലൊരു സ്ഥലത്ത് പോയി ധ്യാനം നടത്തി. ധ്യാനം നടത്താൻ പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, പാട്ട് പാടാൻ ആളില്ല, ഓർഗൻ വായിക്കാൻ ആളില്ല. ഞാൻ തന്നെയാണ് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, അച്ഛൻ പ്രസംഗിച്ചാൽ മതി, പാട്ട് പാടിയാൽ ഒരുപക്ഷെ ആളുകൾ ഇനി ധ്യാനത്തിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആളുകളുടെ നിർബന്ധത്തെ പറഞ്ഞ് ഞാൻ പതുക്കെ പാട്ട് നിർത്തിയിട്ട് പാട്ടറിയാവുന്നവരെ കൊണ്ട് പാടിക്കാൻ തുടങ്ങി. എന്തായാലും പാട്ട് പാടാനൊരു ചെമ്മാശം കൂടെയുണ്ട്. വയനാട്ടിൽ ഒരു 100 പേരുടെ താമസിച്ചുള്ള ധ്യാനം. ഞങ്ങളിവിടുന്ന് പോവുകയാണ്. ഒരു ഓർഗൻ വായിക്കാൻ ഒരു പയ്യനെ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ കോട്ടയത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെമ്മാച്ചൻ വിളിച്ച് പറയുന്നത്, ഓർഗൻ വായിക്കാനുള്ള ആൾ വരത്തില്ല. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചെമ്മാച്ചൻ പോയി ഒരാളെ കണ്ടുപിടിച്ച് കോട്ടയം സെൻറ് ജോസഫിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെ കണ്ട് ഒന്ന് ഞെട്ടി. ഞാൻ ചെമ്മാച്ചൻ്റെ ചെവി ചോദിച്ചു, ഈ പുള്ളിയെ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ? അതിന് ഈ പുള്ളി നല്ലോണം വായിക്കുമെന്ന് പറഞ്ഞു. സൂപ്പർ വായനക്കാരനാണ്. ഇന്ന് മാത്രമല്ല, അത്യാവശ്യം വേണേൽ പാടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. പ്രിയമുള്ളൊരു, ഈ ചെറുപ്പക്കാരനെ എനിക്ക് പണ്ട് പരിചയമുള്ള ആളാണ്. ഞാനൊരിക്കൽ ചെമ്മാശനായിട്ട് ഒരു സ്ഥലത്തൂടെ നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പയ്യൻ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ട് എൻ്റെ പുറകെ. എന്നെ കണ്ട ഉടനെ ഈ ചെറുപ്പക്കാരൻ നിർത്തിയിട്ട് ചോദിച്ചു, ചെമ്മാച്ചൻ കവലയ്ക്കാണോ? ഞാൻ പറഞ്ഞു അതെ, എൻ്റെ വണ്ടിയെ കയറിക്കോളാം. ഞാനോടത്ത് നല്ലൊരു പരോപകാരമൊക്കെ ചെയ്യുന്ന നല്ലൊരു ചെമ്മാച്ചൻ കൊള്ളാം. ഞാൻ ആ ഓട്ടോറിക്ഷയിൽ കയറി. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഈ ബൈബിളിലൊക്കെ യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ? ഞാൻ പറഞ്ഞു പിന്നെ ശരിയാണ്. വെള്ളത്തിന് മീതെ നടന്നു, 5 അപ്പം കൊണ്ട് 5000, എല്ലാം കറക്റ്റാണ്, ദൈവവചനമല്ലേ. അന്നേരം ചോദിച്ചു, ഈ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനത്തെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ നടക്കും. ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ഉണ്ടോ? നായിക്കം പറമ്പിൽ അച്ഛൻ തളർവാദ രോഗികളൊക്കെ എഴുന്നേപ്പിച്ച് നടത്തിയ എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഉടനെ പുള്ളി ചോദിച്ചു, ഈ ബൈബിളിൽ സ്തേഫാനോസ് എന്ന് പറഞ്ഞ ഒരാളില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട്. അതാരാ? ഞാൻ പറഞ്ഞു ആദ്യത്തെ ചെമ്മാശന്മാരിൽ ഒരാളാണ്. അപ്പോൾ ബൈബിളിൽ സ്തേഫാനോസ് ചെമ്മാശൻ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി എന്നെ ഇനി പറയാൻ പോകുന്നു. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ചെമ്മാച്ചന്മാർ കൃപാവരവും ശക്തിയും നിറഞ്ഞ് പല അത്ഭുതങ്ങളും നടത്തൂ? ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട, ബസ് വന്നിട്ടുണ്ട്, ഞാനിവിടെ ഒന്ന് ഇറങ്ങാമെന്ന് പറയാൻ. അവിടുന്ന് ഞാൻ ഓടിച്ചെന്ന് ബസ്സിൽ കയറി പോയിട്ട് പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഓട്ടോറിക്ഷ അവിടെ അങ്ങനെ കിടന്നാൽ ഞാൻ സ്ഥലം വിടും. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഞാൻ പെട്ടു. എൻ്റെ കൂടെ ആദ്യത്തെ ധ്യാനത്തിന് ഓർഗൻ വായിക്കാൻ വരുന്നത്, പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളിലെല്ലാം സംശയമുള്ള ആൾ. അതുകൊണ്ട് ഞാൻ പുള്ളിയെ കണ്ടിട്ട് പരിചയമില്ലാത്ത മട്ടി നിന്നു. ഞാൻ പറഞ്ഞു, ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല ആരും, ദൈവവചനം വായിക്കണം. അതുകൊണ്ട് നമുക്ക് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ സങ്കീർത്തനം ഒന്നും സങ്കീർത്തനം വായന തുടങ്ങി. വയനാട്ടിൽ ചെന്നപ്പോൾ 150 സങ്കീർത്തനം തീരുന്നിടം വരെ ഞാൻ വായിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നു. സംസാരിക്കാൻ അവസരമില്ല, കാരണം പുള്ളി ചോദിക്കത്തില്ലേ. ഈ ധ്യാനത്തിന് കൃപാവരവും ശക്തിയും നിറഞ്ഞ പുരോഹിതന് അധികാരമുണ്ടല്ലോ. അപ്പം രോഗികൾ വല്ലതും സുഖപ്പെടും, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി പുള്ളി തയ്യാറെടുത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, വയനാട്ടിൽ ധ്യാനം കൊണ്ട് ആരംഭിച്ച് ആദ്യത്തെ ധ്യാനം കൊണ്ട് നടന്ന് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വെളിപ്പെടുത്തലുകൾ കൊണ്ട് കഴിഞ്ഞതോടുകൂടി 8 വർഷമായിട്ട് ആമവാദ രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീ കുമ്പസാരം കഴിഞ്ഞതോടുകൂടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, 8 വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ ആമവാദ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയതായി എനിക്ക് ഫീൽ ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അടയാളങ്ങൾ വ്യക്തമായി പ്രകടമായി ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ. പിറ്റേ ദിവസം രാവിലെ ആളുകളെ പ്രാർത്ഥന തുടങ്ങി. പ്രിയമുള്ളവർ, പ്രാർത്ഥന ആരംഭിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. കടമറ്റം സേവയും മറ്റേ സേവയും മറിച്ച സേവയൊക്കെ ആയിട്ടിരുന്ന കുടുംബങ്ങളെല്ലാം സ്വതന്ത്രമായി. തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോയി. രോഗികൾക്ക് അവിടെ സൗഖ്യം കിട്ടി. ഒരു ആദിവാസി പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത ജീപ്പേല കൊണ്ടുവരുന്നത്. അവസാനത്തെ ദിവസം അവൻ നടന്ന് ആ വേദനയൊക്കെ മാറിയിട്ട് നടന്ന് വീട്ടിലേക്ക് പോയി. അങ്ങനെ ദൈവം ഇടപെട്ടു. ഞാൻ തിരിച്ചു പോരാൻ സമയമായപ്പോൾ 8 വർഷം ആമവാദ രോഗം ബാധിച്ച സ്ത്രീയുടെ മകൻ വന്നിട്ട് ചോദിച്ചു, ഞാനും കൂടെ പോരട്ടെ? ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. എൻ്റെ കൂടെ പോന്നു. ഓർഗനൊക്കെ വായിച്ചുകൊണ്ട് നിന്നിരുന്ന പാർട്ടി എന്നോട് വന്ന് ചോദിച്ച്, യേശുക്രിസ്തു ദൈവമാണെന്നും ഇന്നും ജീവിക്കുന്നുവെന്നും ബോധ്യപ്പെട്ടു, ഇനിയും എനിക്ക് എന്നാ എടുക്കാനാണ് ഓട്ടോറിക്ഷ? പുള്ളി ഓട്ടോറിക്ഷ ദൂരോട്ട് കളഞ്ഞു. പുള്ളി ആ ഓട്ടോയോട് ദൂരോട്ട് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഞാനും പോരുക എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അങ്ങ് പോന്നു. 2 പേര് ഇങ്ങ് പോന്നു. ആ 2 പേരും പ്രിയമുള്ളവർ പിൽക്കാലത്ത് തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് സന്യാസികളായി തീർന്നു. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ പ്രവർത്തിച്ചാൽ തലമുറകളിലേക്ക് മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിയ വിശുദ്ധന്മാർ അതുപോലെ അങ്ങോട്ട് ജീവിച്ചു. തലമുറകളല്ലേ ഒരു മനുഷ്യൻ്റെ നാമം കേൾക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ പരിമല തിരുമേനി, ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇവിടെ കയറി വന്നു. ഒരു സ്ത്രീ കയറി വന്നിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം. ഞാൻ പറഞ്ഞു, അതിനിപ്പം അല്ല തിരുമേനി, എന്തെങ്കിലും ഒരു സഹായം, എനിക്ക് ഒരാൾ പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പൈസ ഒന്നും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, തിങ്കളാഴ്ച കല്യാണത്തിന് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം വരുന്നത്, ശനിയാഴ്ച വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യക്കാരായിരുന്നെങ്കിൽ നേരത്തെ വരികയില്ലായിരുന്നു. എന്നാലും പറഞ്ഞു ഒരാൾ തരാമെന്ന് പറഞ്ഞു, തന്നില്ല. കൊച്ചിൻ്റെ കല്യാണം നടത്താൻ ഒരു മാർഗ്ഗവുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, കല്യാണം നടത്താൻ എന്നാ കാശ് വേണം? പ്രിയമുള്ളവർ, എൻ്റെ കയ്യിൽ ഒരാൾ പൈസ കൊണ്ട് തന്നിരിക്കുക. രാവിലെ ആരോ കല്യാണം നടത്തണമെന്ന് അതേ കയ്യിലിരിക്കുക. പിന്നെ എനിക്കെന്നാ ചോദിക്കും. ഞാൻ എന്നാ കാശ് വേണം? അപ്പോൾ പുള്ളിക്കാരത്തി ഓർത്ത് എന്തോരം പൈസ വേണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തെ കളിയാക്കുക. ഞാൻ ചോദിച്ചൊരു കല്യാണത്തിന് എന്നാ കാശ് വേണം അത് പറ നിങ്ങൾക്ക്. അല്ല, ഇവിടെ പലരെയും ഇങ്ങനെ കല്യാണത്തിന് സഹായിക്കാറുണ്ട്, അതുപോലെ എന്തെങ്കിലും തന്നാൽ മതി. ഞാൻ അങ്ങനെ തിരികെയല്ല. കാരണം 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ കല്യാണം നടക്കും. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കല്യാണം നടത്താം. നിങ്ങൾക്ക് എത്രയ്ക്കാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉടനെ അവരാകെപ്പാടെ കരയാൻ പോവുക. ഞാനിങ്ങനെയൊക്കെ ഒരുമാതിരി ശ്വാസം പൊട്ടിക്കുന്ന രീതിയിലാണ് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് പറ, കല്യാണത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടിയത്? അവരൊന്നും ഇങ്ങനെയെല്ലാം എന്താ ചെയ്ത്, സത്യമാണോ ഇത് നുണയാണോ, അതോ ഇത് കളിയാക്കുകയാണ്, എന്നാ ഇത് പ്രശ്നം, ഇത് ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് അച്ഛൻ കുര്യനച്ഛൻ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ എത്ര പേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, അതിന് പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചാടി കയറി പറഞ്ഞു 35. ആ ശരി 35. അവിടെ ഞാൻ പറഞ്ഞു, ഒരു 100 രൂപ വെച്ചൊരു ഭക്ഷണത്തിന് കൂട്ട് 3500. വേറെ ഒന്നുമില്ല, 30 35 വേണം, 40 ആയിക്കോട്ടെ, 5 പേര് ഞങ്ങളൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞത് 40. 40 എങ്കിൽ 40 അല്ലെങ്കിൽ 50 ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 50. ഇനി എന്നാ വേണ്ടി? താലി പോലും ഇല്ല. ഞാൻ പറഞ്ഞു താലി അങ്ങ് എഴുതിയിരുന്നു, നാളെ ഒരു താലി മേടിച്ചു വിടും. അപ്പോൾ ഞാൻ അകഴിഞ്ഞ് ചോദിച്ചു, ഇനി എന്നാ വേണ്ടിയത്? ഞാൻ പറഞ്ഞു, ഇവിടെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ജീപ്പ് പിടിക്കണമെന്ന്. അതിന് നടന്നു പോകണോ ജീപ്പേ പോകണോ? ഞാൻ പറഞ്ഞു ജീപ്പേ പോക്കോ, അതിനൂടെ പൈസ കൊടുത്തു, അതുകൊണ്ടിരിക്കട്ടെ. ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ മോതിരം കൂടെ കൊടുത്താൽ, പക്ഷേ ചോദിച്ചില്ല. ഞാൻ ഇനി വല്ലതും വേണ്ട, പുള്ളിക്കാരത്തി ഇനിയൊന്നും വേണ്ട. അതിനുശേഷം പുള്ളിക്കാരത്തി നെടുവീർപ്പൊക്കെ കിട്ടും, പുള്ളിക്കാരത്തി അങ്ങ് അമ്പരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരത്തി ചോദിച്ചു, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇവിടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കതായിരുന്നു സംശയം. നിങ്ങളെ ആരാണ്? ഇപ്പം എൻ്റെ ഈ സാധാരണ 10 പൈസ പോലും ഇല്ലാതെ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ മൊത്തം കടവാണ്. കോൺട്രാക്ടർ വരുമ്പോൾ ഞാൻ പ്രിയമുള്ളവർ മതമായി കയറി ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം എന്താണ്, കോൺട്രാക്ടർ മതവായിലോട്ട് കയറി വരികയല്ലോ. അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കറങ്ങാൻ ഇവിടെ. അപ്പോഴാണ് ഈ ഒരാൾ കൊണ്ട് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു, ഒരു വിവാഹ സഹായം കൊടുക്കണം എന്ന് പറഞ്ഞ് പൈസ തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വ്യക്തിക്ക് വേണ്ടിയാണ്. ആ വ്യക്തി കൃത്യമായിട്ട് വന്നു. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം തന്നതാണ്. ദൈവം ഇങ്ങനെ തരണമെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഉടനെ ഞാൻ സ്ത്രീ പറഞ്ഞു, അവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട് ഞങ്ങളുടെ ജംഗ്ഷനിൽ, അത് പരിമലത്തിന് വേണ്ട നാമത്തുള്ള കുരിശും തൊട്ടി. അത് പുള്ളിക്കാരത്തിക്ക് അറിയാൻ മേല. പുള്ളിക്കാരത്തിക്ക് ഈ പരിമല തിരുമേനി ഏതാ, ഏത് തിരുമേനിയാണെന്ന് അറിയത്തില്ല, മൊത്തം തിരുമേനിയാണെന്നറിയാം. അവരാ കുരിശും തൊട്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കുരിശും തൊട്ടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരത്തിക്ക് ഈ പള്ളി ഇതെല്ലാം ഓർമ്മ വന്നു. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി, നീ ആ പള്ളി ചെന്നൊന്ന് ചോദിക്കുന്നു. അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. കണ്ടോ, പരിശുദ്ധാത്മാവ് എത്രയോ 100 വർഷം മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ പ്രവൃത്തി. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നെന്നും
എങ്ങോട്ട് പോകുന്നു അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇവിടെ ഇരുന്ന് നല്ല വിശുദ്ധ ജീവിതം നയിച്ച് കുമ്പസാരിച്ച് കുർബാനയൊക്കെ അനുഭവിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് 100 വർഷം കഴിയുമ്പോൾ ഒരനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിച്ച് ജീവിച്ചത് മതി.